കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ് വീരേന്ദ്രകുമാറും സംഘവും വടകര സീറ്റ് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും LDF ഇത് നിഷേധിക്കുന്നുവെന്നും പറഞ്ഞ് ജനതാദളിൽ നിന്നും പുറത്തുപോകുന്നത്. തുടർന്ന് സോഷ്യലിസ്റ്റ് ജനത എന്ന പാർട്ടിയുണ്ടാക്കി UDFൽ ചേർന്നു. UDFിന്റെ നയങ്ങളിൽ യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാണ് സോഷ്യലിസ്റ്റ് ജനതയുടെ സീനിയർ വൈസ് പ്രസിഡന്റായ K. കൃഷ്ണൻകുട്ടിയും ഒരു വിഭാഗവും പാർട്ടി വിടുന്നത്. തങ്ങളാണ് ശരിയായ സോഷ്യലിസ്റ്റ് ജനത എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. നാളെ നടക്കുന്ന ലയന സമ്മേളനത്തിൽ സോഷ്യലിസ്റ്റ് ജനത കൃഷ്ണൻകുട്ടി വിഭാഗം ജനതാദൾ എസിൽ ലയിച്ച് ഒരു പാർട്ടിയായി മാറും. അതോടെ ഇവർ LDFിന്റെ ഭാഗമാവും. വയനാട്ടിലെ ആദിവാസി ഭൂമി കൈയേറ്റമടക്കം നിയമവിരുദ്ധമായി വീരേന്ദ്രകുമാർ നിരവധി ഭൂമികൾ കൈവശം വെച്ച് തങ്ങളെ പറ്റിച്ചുവെന്ന് ഇവർ പറയുന്നു. അദ്ദേഹം അവരുടെ വാദം പോലും ഉന്നയിക്കാൻ അവസരം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി പോയി. ആദിവാസിക്കെതിരായി സുപ്രീം കോടതി പോയ പാവപ്പെട്ട ആദിവാസി സുപ്രീം കോടതി പോകാൻ പറ്റുമോ? എന്നിട്ടും ആ സുപ്രീം കോടതി പറഞ്ഞു ആദിവാസിക്ക് കക്ഷി ചേരാൻ അവസരം നൽകണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അപ്പീലെ തള്ളി. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ പൊതുരംഗത്ത് നിന്ന് അദ്ദേഹം മാറി നിൽക്കേണ്ടതല്ലേ? കൊക്കക്കോളക്ക് അനുകൂലമായ നിലപാട് വീരേന്ദ്രകുമാർ സ്വീകരിച്ചെന്ന് ഇദ്ദേഹം പറയുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDFന് ഒരു വീട്ടമ്മയും വോട്ട് ചെയ്യില്ല. വടകരയിൽ ഇത്തവണ വീരേന്ദ്രകുമാർ നയിക്കുന്ന സോഷ്യലിസ്റ്റ് ജനതയ്ക്ക് UDF സീറ്റ് നൽകിയില്ലെങ്കിൽ ഇത്രയും കാലം വീരേന്ദ്രകുമാർ പറഞ്ഞതിന് യാതൊരു വിലയുമില്ലാതാവും. സോഷ്യലിസ്റ്റ് ജനത ഇനി കോൺഗ്രസിൽ ലയിക്കുന്നതാണ് നല്ലതെന്നും ഇദ്ദേഹം പറഞ്ഞു. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.